ഹലോ ഗായ്സ്, ബോയ് അന്നയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിൽറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ കുറേ നാളത്തെ കാത്തിരിപ്പായിരുന്നു ഗൈസ്. ഞാനിങ്ങനെ എൻ്റെ ജെമ്മ് കൂട്ടി വെച്ച് നല്ലൊരു ഗിൽറ്റ് വരും എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നമ്മുടെ നല്ലൊരു ഗിൽറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കാത്തിരുന്ന നമ്മുടെ ഗിൽറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗിൽറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗിൽറ്റ് ഇവിടെ നോക്ക്, ഞാൻ 6 ജെമ്മ് കൂട്ടി വെച്ചിട്ട്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പെണ്ണിൻ്റെ ഇതൊന്ന് കാണാം. ഓക്കെ ഡു നമ്മുടെ കൊച്ചെണ്ണ് സുന്ദരിയായിട്ടുള്ള നല്ലൊരു പിങ്കിഷ് ഷെയ്ഡോട് കൂടി റോസ്. നമ്മുടെ എന്താ പറയുക, ഈ സേനാനായികമാരെയൊക്കെ പുള്ളിക്കാരി മൈക്ക് അടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ച്. ഹൈ, അപ്പോൾ ഇതിങ്ങനെ വരും. നമ്മുടെ എനിക്ക് തോന്നുന്നു ലോബിയിൽ എൻട്രി ഇങ്ങനെ ആയിരിക്കും തോന്നുന്നു. അത് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ M1 ആണ് കൊടുത്തേക്കുന്നത്. M1 ആണ് കണ്ണു കൊടുത്തേക്കുന്നത്. ഇതാണ് ചുമ്മാ അങ്ങനെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുക കേട്ടോ. പിന്നെ ഇതെന്താണ്, അയ്യോ ഹാർട്ടൊക്കെ അടിച്ച് മിതിച്ച് ചവിട്ടി കാട്ടി കളയാണല്ലോ. അപ്പോൾ അതങ്ങനെ ഒരു ഇമോട്ടോ എന്തോ സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കവറായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും സംഭവം, ഈ ഊഞ്ഞാലി ഇരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അതോ വേറൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു പെറ്റ് പോലെ എന്തോ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അത് കാണിക്കാത്തത്, അത് കാണിച്ചിടാം. ഇതാണ് ഈ ഒരു നിപ്പിൻ്റെയാണ് ഇത് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബാഗാണ്, ബാക്കിലിടുന്ന ബാഗ്. അതുപോലെ ഇതിനകത്ത് നമ്മുടെ ഗണ്ണിൻ്റെ കിൽഫീൽഡ് മാക്സ് കാണുന്നുണ്ടെങ്കിൽ M1ൻ്റെ നല്ല ഭംഗിയുണ്ട്. എന്തൊരു ഭംഗിയാണ് നോക്ക്, നല്ല രസമല്ലേ. ഹായ് സൂപ്പർ. അപ്പോൾ അതിൻ്റെ കിൽഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അടിപൊളി കിൽഫീൽഡാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഒക്കെ എന്ത് രസമാണ് അല്ലേ. നൈസ്. പോളി സാധനം. കാര്യം എനിക്ക് കണ്ണു വെച്ചടിക്കുന്ന ഇഷ്ടമല്ല. അതിൻ്റെ എനിക്ക് ഭയങ്കര മടിയാണെങ്കിൽ എടുക്കാറ് പോലുമില്ല. പക്ഷേ അതിൻ്റെ സാധനങ്ങൾ കൊടുത്തേക്കണം. അതായത് M4 AK ഒക്കെ ആയിരുന്നെങ്കിൽ എന്നെ രസമായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹിറ്റ് എഫക്റ്റ്. അപ്പോൾ പിന്നെ നമ്മുടെ പെങ്കൊച്ചത് കയ്യിൽ വെച്ച് നിൽക്കുമ്പോൾ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം. നോർമലാണ്, പ്രത്യേകിച്ചൊരു ഇരിപ്പൊന്നും കാണിക്കുന്നില്ല. കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഇനി ഊഞ്ഞാലിൽ വരുമ്പോൾ ഇരിപ്പ് ഇങ്ങനെ ഉണ്ടാവും കണ്ടോ. ഇതും കൂടി കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതും കൂടി എങ്ങനെയും എടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. പിന്നെ വേറൊരു ടൈപ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നല്ലോ, കണ്ണ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടൈപ്പിലുള്ള നിൽപ്പുണ്ടായിരുന്നു. ഇതുണ്ട് ലോബിയിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണ് കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു നിൽക്കുന്നത്. അതിന് ചിലപ്പോൾ ഇത് എടുക്കേണ്ട വരും, ഈ ഒരു ഊഞ്ഞാലിൻ്റെ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ പാവക്കുട്ടിന് കിട്ടേണ്ടി വരും. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ലടാ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഗ്ലൈഡർ വന്ന്, അടിപൊളി നൈസ് ഗ്ലൈഡർ അല്ലടാ. ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല രസമായിട്ട് ഞങ്ങളിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ചാടി കരച്ചിട്ട് ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇമോട്ട് കൊടുത്തിട്ടുണ്ട്, നൈസായിട്ടുള്ള ഇമോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നത്തെ പോലെ തന്നെ അതൊരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഗിഫ്റ്റ് കൊടുക്കണം, നമുക്കിവിടെ ഇതിലൊക്കെ വരില്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ അത്ര തന്നെ, വേറെ ഒന്നുമില്ല. മറ്റേ അവിടെ പ്രൊഫൈലിലൊക്കെ വരണം. ഇതാണ് മേലെ നമ്മുടെ വിനിജം. അപ്പോൾ റിട്ടേൺ കൊടുത്തേക്കുന്നത് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നെയ്ഡ്, ഒരു നെയ്ഡ് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഒക്കെ ഈ മറ്റേ പിങ്കിഷ് കളറിൽ മറ്റേ എന്താ പറയുക, ലവ്, ഈ വാലന്റൈൻസ് ഡേ ഒക്കെ വരില്ലേ, ആ ഒരു മോഡലാണ് വന്നേക്കണൊക്കെ. ഒരു നൈസ് മോട്ടോ എടുത്തിട്ടുണ്ട്, നോക്കടാ, അടിപൊളി. അത് കൊള്ളാം. പിന്നെ എല്ലാം കണ്ടല്ലോ, ഇതൊക്കെ തന്നെ എല്ലാം സമയം വരുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ റിട്ടേൺ വന്നിരിക്കുന്നത് നമ്മുടെ പഴയൊരു ഗിൽറ്റാണ്. ഇത് പഴയ BGMIയിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല, എനിക്കുണ്ടായിരുന്നു ഇത് BGMIയിൽ. അപ്പോൾ ഇത് എനിക്ക് മുടിയില്ലാത്തത് കൊണ്ട് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗ്ലൈഡർ വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മുടെ AKMൻ്റെ സ്കിന്ന് ഇതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കിൽഫീൽഡ്. അതുപോലെ ഇതിൻ്റെ ക്രിയേറ്റ് ഇതാണ്, അതിൻ്റെ ഹിറ്റ് എഫക്റ്റ് ഇതാണ്. ഓക്കെ നൈസ്. ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ BGMIയിലൊക്കെ ഞാൻ തന്നപ്പോൾ കിട്ടിയിട്ടുള്ള കണ്ണായിരുന്നു. അപ്പോൾ ഇതാണ് കണ്ടുപിടിച്ചുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുന്നത് സ്റ്റൈൽ ഇതാണ് കേട്ടോ. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും ലോബിയിൽ. ഇതാണ് അതിൻ്റെ സിറ്റിങ്സ്. ഓക്കെ, പിന്നെ ഇതാണ് മോൾട്ട്, ഇതാണ് നെയ്ഡ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ല, ഇത് ഫുള്ളുണ്ട് ഇതിനകത്ത്, എല്ലാ സാധനവും തന്നെ റിട്ടേണറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പോപ്പുലാരിറ്റി ഗിഫ്റ്റ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലേ. ഒക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചിനെടുക്കാം. അതിന് മുന്നേ ഞാനൊരു 10 റോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് കറക്കി നോക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 10 റോ കറക്കാൻ പോവുകയാണ് ഗൈസ്. ഒന്നും കിട്ടില്ലടാ, ഒരു ജമ്മു പോലും കിട്ടില്ല. മോൾട്ട് കിട്ടി, ആയിക്കോട്ടെ കുഴപ്പമില്ല.
മോൾട്ടെങ്കിൽ മോൾട്ട് തന്നല്ലോ. സാധാരണ ഗിൽട്ട് കറക്കുമ്പോൾ പബ്ജിയിൽ ഒരു കുന്തവും കിട്ടൂല, ജെമ്മ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ എത്ര വട്ടം കറക്കി എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ BGMയിലാണെന്നുണ്ടെങ്കിൽ എന്തിലൊക്കെ കിട്ടുമായിരുന്നു, പക്ഷേ ഇതിനകത്തൊന്നും കിട്ടില്ല. അതുപോലെ നമുക്കൊരു 0 കറക്കാനുണ്ട്, നമുക്ക് നോക്കാം. കണ്ടോ, എനിക്ക് യോഗമില്ലടാ. പക്ഷെ ഞാനിത് എടുക്കും, ഞാനിത് കറക്കിയിട്ട് ലാസ്റ്റ് എടുക്കലൊക്കെയാണ് പൊതുവെ അങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ ഞാൻ എടുക്കും, ഇപ്പം തന്നെ ഞാനിതിനെടുക്കും. പിന്നത്തേക്ക് ഞാൻ വെക്കൂല, പറയാൻ കാരണം എനിക്ക് വയ്യാഞ്ഞി. അപ്പോൾ നമുക്ക് കൊച്ചിനെ ഇപ്പോൾ തന്നെ അങ്ങ് എടുക്കാം. ഞാൻ പിന്നത്തേക്കൊന്നും വയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാനതിനങ്ങ് എടുത്തു. ഇനി ഇതിന് കിട്ടുകയാണെങ്കിൽ തന്നെ 3 ജെമ്മായിട്ട് കിട്ടാൻ ഒരിക്കലും കിട്ടൂല, പറയാൻ കാരണം അങ്ങനെയാണല്ലോ. അത്രയ്ക്കും ഭാഗ്യം ഉള്ളതുകൊണ്ട് കിട്ടാൻ ചാൻസ് തീരില്ല. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് 3 ജെമ്മായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ M1 എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാനതങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഗിൽറ്റിൻ്റെ ഒരു ഇന്നത്തെ സന്തോഷം, ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ വേറെ ഒരു 10 ദിവസത്തേക്കും കൂടി നമുക്ക് കറക്കാമല്ലോ. ഇതാവതോ എന്തൊരു ഭാഗ്യം നോക്കിയാണ് അത്. പെയിൻറ്റ് പാട്ടൊക്കെയാണ് കിട്ടണേ, അതൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പെങ്കൊച്ച് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കൊള്ളാം. അപ്പോൾ ഇനി അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സെറ്റപ്പായിട്ട് നിൽക്കാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. നമുക്ക് ബാഗൊന്നും വേണ്ട. എന്തിന് ബാഗ് ഇടേണ്ട കാര്യമൊന്നുമില്ല, ബാഗൊന്നും വേണ്ട. ബാഗില്ലാണ്ട് നിൽക്കുമ്പോൾ കയ്യിലൊന്നും ഇല്ല അല്ലടാ, കയ്യിലെന്തെങ്കിലുമൊക്കെ വേണം. നല്ല അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിതാണ്, നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട്, വെറുതെ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിനി ഓരോന്നും എല്ലാ ദിവസവും കറക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, എല്ലാ ദിവസവും കറക്കുമ്പോൾ എന്താക്കും, നമ്മൾ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെ അത് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെച്ചതിൽ നന്ദി, നമസ്കാരം. വേറൊരു സംഭവമുണ്ട്, അതൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സോറി ഇതല്ല, ഇവിടെ ഇതെന്തുവാ ഇത്, ഇവൻ്റാണ് ഓർക്കേണ്ടത്. കൈ അവിടെ തട്ടണം. ഇതിനകത്ത് ചിലപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ ഉറപ്പില്ല, ചിലപ്പോൾ അത് കറക്കാനുള്ളത് ഓപ്പൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലേ, വന്നിട്ടില്ലേ? ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തോന്നണം കേട്ടോ. അതെ, നമുക്കതുകൊണ്ട് അത് എടുക്കാം. ഇവിടെ ഒരു 50-ൻ്റെ 3 എടുത്തിട്ടുണ്ട്, അതുപോലെ 40-ൻ്റെ. അപ്പോൾ ഇതും കൂടി നമുക്ക് കറക്കിയിട്ട് പോകാമല്ലോ അല്ലേ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായി, പിന്നത്തേക്ക് നിൽക്കണ്ട. അപ്പോൾ കുറച്ച് യൂസ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് നമുക്കൊക്കെ എടുക്കാം. എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഒരു 5-6 കറക്കും കൂടി നമുക്ക് പോയി കറക്കിയിട്ട് വരാം. ഓക്കെ. ഇതെന്ത് വയ്ക്കുക, കൈ തൊട്ട് തുറക്കണേ. അപ്പോൾ വീണ്ടും 10 ദിവസത്തേക്ക് നമുക്കൊരു 3 കറക്കാനുള്ള ചാൻസ് ഉണ്ട്. വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ പറയാം. ഒന്നും കിട്ടിയില്ല, ഭാഗ്യം. മിനി തന്നല്ലോ. ഈ പെയിൻറ്റ് പാട്ട് കിട്ടില്ല, അതന്നെ വലിയ ഭാഗ്യം. ഭാഗ്യം. ഒരു മെറ്റീരിയൽ കിട്ടി. വീണ്ടും നമുക്ക് മിനി ജെമ്മ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 20 വെച്ചിട്ട് ഇറക്കാം. പെയിൻറ്റ് പാട്ട ആവശ്യം തന്നെയാണ്, ബട്ട് എനിക്ക് പെയിൻറ്റ് പാട്ട് കിട്ടുമ്പോൾ എൻ്റെ മനസ്സ് ഡെഡാവും. മിനി ജെമ്മ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ആരെ പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല, മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നില്ല. ഇനിയിപ്പോൾ 30 വെച്ചിട്ട് നമുക്ക് ആക്കാം. പെയിൻറ്റ് പാട്ട് കിട്ടിയ പറ്റിച്ചുകൊണ്ടിരിക്കുക. പെയിൻറ്റ് പാട്ടുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, വേറെ ഒന്നുമില്ല. ഇതെന്തുവാ, എനിക്ക് തോന്നുന്നു മറ്റേ ഗണ്ണിലിടുന്ന ഇതായിരിക്കും, ഗണ്ണിലിടുന്ന സാധനമില്ലേ, അതൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. 60 ദിവസത്തേക്ക് കറക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, അതുകൊണ്ട് ഞാനിനി കറക്കുന്നില്ല. അപ്പോൾ ഇനി ഡെയിലി നമുക്ക് കറക്കാം. ജെമ്മ് കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. എന്തായാലും പരമാവധി ഞാൻ കറക്കും. എനിക്ക് ഈ ഇത് എടുക്കണമെന്നുണ്ട്, ഗ്ലൈഡർ എടുക്കണമെന്നുണ്ട്. അതുപോലെ ഈ ഊഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇത് ഊഞ്ഞാലാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഗിഫ്റ്റ് വന്നിട്ടുണ്ടല്ലോ, അതൊന്നും എടുക്കട്ടെ. ഇവിടെ നമുക്ക് ഇത്രയും കറക്കിയതിന് നമുക്ക് നമ്മുടെ പബ്ജി മുതലാളി ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു മിനി മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കളക്ട് ചെയ്തിട്ട് നമുക്ക് പോകാം എന്ന് നമുക്ക് തോന്നുന്നു. നമ്മളിവിടെ നിന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പെണ്ണിനെ നമ്മൾ എടുത്തിട്ടുണ്ട്, വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പതുക്കെ നൈസായിട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഇത്രയും വരെ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ എടുക്കാൻ നോക്കുന്നില്ല. ആദ്യം എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ പെണ്ണാണ്, പക്ഷേ എടുത്ത് നിന്നപ്പോൾ വലിയ രസമൊന്നുമില്ല അല്ലടാ. ഉണ്ട്, പക്ഷേ ഒരു കളർ കുറഞ്ഞ പോലെ ഉണ്ട്. അതിനകത്ത് ഭയങ്കര കളറുള്ള പോലെ ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ രസമുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റിങ്സ് ഇത് കാണിക്കണം, ഒരു പോസ് വേണം. ഒരു സിറ്റിംഗ് പോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒന്നെങ്കിൽ M1 കയ്യിൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഊഞ്ഞാലുണ്ടല്ലോ, അതാ തോന്നണം, അത് കയ്യിൽ വേണം. അല്ല, അതൊരു സുഖം ഉണ്ടാവില്ല, ചുമ്മാ ഇങ്ങനെ നിൽക്കണം പോലെ ഉണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് പോവാം, നമ്മുടെ പെൺകൊച്ചിനെയും കൊണ്ട് നമുക്ക് ടാറ്റ പോവാം ഗൈസ്. അപ്പോൾ പിന്നെ കാണാം, ബൈ ബൈ.